ഇനി നമുക്ക് രശ്മിയെ വിളിക്കാം. രശ്മി വരും. താഴെ പോയി, പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് കുറച്ചെങ്കിലും കിട്ടിയല്ലോ. സാരമില്ല, എഫേർട്ട് എടുത്തതിന് ടോട്ടൽ പ്രയോജനം ഇല്ലെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടല്ലോ, അത് മതി. ഞങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യം, അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സ്വാദ്, ടെക്സ്ചർ എല്ലാം. അപ്പോൾ രശ്മി തയ്യാറാക്കിയ പൈനാപ്പിൾ പാനക്കോട്ട ഇതെങ്ങനെയാണെന്ന് കണ്ടു. ഹായ്, ഞാൻ രശ്മി. ഇന്ന് സെക്കൻഡ് ലെവൽ സർപ്രൈസ് റൗണ്ടായി ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിൾ വെച്ച് ഞാൻ ഇന്നിവിടെ ഒരു പന്നാക്കോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഫ്രഷ് ക്രീം, മിൽക്ക്, ജെലറ്റിൻ, പൈനാപ്പിൾ, ഷുഗർ ആൻഡ് ലൈം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് ഇനി ഞാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഇത് അല്പം പഞ്ചസാര ചേർത്ത് ഒന്ന് കുക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളൊരു മിൽക്ക് മിക്സിലേക്കാണ് ഇത് ഒഴിക്കാൻ പോകുന്നത്, പിരിയാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് അതിലൽപ്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായി അലിയിക്കണം. ഒന്നത് തിളച്ച് വരുന്നവർ. ഇതിലേക്ക് അടുത്തൊരു പാനിലേക്ക്, ഒരു പോട്ടിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുക. അതൊന്ന് ചൂടാക്കണം. ോളം ക്രീം ചേർത്തിരിക്കുകയാണ്. ആ ക്രീം ഒന്ന് ചൂടാവണം. രണ്ടിലേക്കും ശ്രദ്ധ വേണം, അല്ലെങ്കിൽ രണ്ടും കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഈ ക്രീമിലേക്ക് അല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കും. ക്രീം ചൂടായി വരുന്നതിനനുസരിച്ച് അല്പം പാലൊഴിച്ചു കൊടുക്കും. നമ്മുടെ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രീമും പാലും കൂടെ ചേർന്ന മിശ്രിതം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം അല്പം ഷുഗർ ചേർത്ത് കൊടുക്കണം. ഈ പാലും ക്രീമും ചേർന്ന ഇതിലേക്ക് ഒന്ന് ഷുഗർ ചേർത്ത് നന്നായി അലിയിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പാലിൽ കുതിർത്തി വച്ചിരിക്കുന്ന ജെലറ്റിൻ ചേർക്കുക. ഇനി ഇത് ഒന്നും കൂടെ അത് അലിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ തീ കത്തിച്ച് അലിയുന്നവരെ ഇളക്കണം. ജെലാറ്റിൻ ഒരുക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ നമുക്ക് ഗ്രാനുവൽസ് പോലെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ജെലാറ്റിൻ എല്ലാം ഇതിൽ മിക്സായി കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്യണം ഒന്നുകൂടെ. ഇതിലേക്ക് കുറച്ച് ലെമൺ ഡ്രിങ്ക്സ് ചേർക്കണം. ഇത് വാനില എസൻസിന് പകരമായിട്ടാണ് ചേർക്കുന്നത്. പാനക്കോട്ട എവിടെ വരെ എത്തി? ക്രീം റെഡിയായി. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗം കുഴപ്പമില്ല. ആൻഡ് പൈനാപ്പിൾ സിറപ്പ് ജ്യൂസ് എടുത്തിട്ടാണോ ചെയ്യുന്നത്? ജ്യൂസ് എടുത്തിട്ട് അത് കൂടാതെ കുറച്ച് ക്രഷ് ചെയ്ത് ഇനി അത് തന്നെ ഒരു യോജിപ്പിച്ച് ഫ്ലേവർ കൊടുക്കും. എന്നിട്ട് കുറച്ച് ഇതെന്താ ചെയ്യുന്നത്? ഇതൊന്ന് കുറച്ച് സിറപ്പ് ഇത് ഷുഗർ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് ഒരു ജെല്ലി ടൈപ്പാണ്. ഓക്കെ, ഫിനിഷ് ചെയ്യാൻ
ഓക്കെ, കൊള്ളാം. വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ലെമൺ റൈസ് കൂടെ ചേർക്കുക ഈ ക്രീമിലേക്ക്. ഈ പൈനാപ്പിൾ മിശ്രിതം അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പം കുറേശ്ശെയായി ഒഴിച്ച് ഇളക്കി ചേർക്കണം, അല്ലെങ്കിൽ ചിലപ്പം പിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കുക. കഴിയുന്നവരെ നമുക്ക് മുഴുവൻ അത് ഒഴിച്ച് മിക്സ് ചെയ്യണം, എന്നാലേ ഈ പൈനാപ്പിൾ ഫ്ലേവർ അതിലോട്ട് വരത്തുള്ളൂ. നമ്മുടെ ഈ പന്നാക്കൊട്ട നന്നായിട്ട് വന്നിട്ടുണ്ട്, കുറുകി എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് കാരമലൈസ് ചെയ്ത് ഒരു ജെല്ലി പോലെ ആക്കിയിട്ട് ഇത് ലെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുകയാണ്. ഇത് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി കുറച്ച് ജലാറ്റിനും കൂടെ ചേർത്ത് ഒരു ജെല്ലി പോലെ ആക്കിയിട്ട് നമുക്ക് പന്നാക്കൊട്ടയായിട്ട് ലെയർ ചെയ്യാം. ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ പൈനാപ്പിൾ പന്നാക്കൊട്ട ഞാൻ സെർവിങ് ബൗളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഞാൻ പന്നാക്കൊട്ട ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് ജലാറ്റിൻ ഒന്ന് ഒരുക്കാനാണ്. നമ്മുടെ ജലാറ്റിൻ ഉരുകി കഴിഞ്ഞു. ഈ ജലാറ്റിൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എൻ്റെ പൈനാപ്പിൾ പന്നാക്കൊട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിത് ഇനി തണുപ്പിക്കാൻ പോവാണ്, ചില്ല് ചെയ്യാൻ പോകും. ഓക്കെ, പാനക്കോട്ട ഡിഫറെൻറ്റ്. പാനക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ഐറ്റം ആണ് അല്ലേ? പാനക്കോട്ട സ്ഥിരം ഉണ്ടാക്കുന്നതാണോ? അല്ല, ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പൈനാപ്പിൾ ഫ്ലേവർ ചെയ്തിട്ടില്ല. ചിലരെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് എന്താ പറയുക, സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ചെറിയ ഫ്ലേവേർഡ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. മെയിനായിട്ട് സ്ട്രോബെറി ബെറീസ് ഒക്കെ. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്കിതിൽ എന്താണ് മാറ്റം? Well made. സന്തോഷമായി. Mother character, pineapple is great. Everything is nice. അതിൻ്റെ മുകളിലും മുഴുവൻ ആ ലെയർ ഉണ്ടായിരുന്നു. പൈനാപ്പിൾ അതെ അതെ അതെ. ഒരു ജെല്ലി ലെയർ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ജെല്ലി ലെയറാണ് പോയത് അല്ലേ? ഇറ്റ്സ് വെരി നൈസ്. സന്തോഷം. അല്പം കൂടെ കഴിക്കാം. ഓക്കെ, വളരെ സന്തോഷം തോന്നി ജഡ്ജ്മെൻറ്റ് കേട്ടപ്പോൾ.